ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഏറ്റവും എളുപ്പമുള്ളതും നാടൻ രീതിയിലുള്ളതും എത്രയും പെട്ടെന്ന് ഉണ്ടാക്കത്തക്ക ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് അച്ചാറായിട്ടും ഉപയോഗിക്കാം. പിന്നെ അത് ശരീരത്തിന് നല്ല ഗുണകരമാണ്, വയറിനെല്ലാം ആശ്വാസമാണ്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കാണിക്കാം. ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, പുളി, മുളക് പൊടി, വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പും. ഇത്രയും മാത്രമാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇഞ്ചി ആദ്യമായിട്ട് വട്ടത്തിന് അരിയുക. വട്ടത്തിന് അരിഞ്ഞിട്ട് അതിന് ശേഷമായിട്ട് ഇച്ചിരി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി അതിന് നമുക്ക് ഒരു കണക്കിന് എടുക്കാം. വെളുത്തുള്ളി ഒരു കണക്കിന് എടുക്കാം. ഇത്രയും ആവശ്യമാണ്. ഇത്രയും ഇഞ്ചിക്ക് ഇത്രയും വെളുത്തുള്ളി ആവശ്യമാണ്. പുളി ആവശ്യമാണ്. സാധാരണ നാം ഇഞ്ചി ഉണ്ടാക്കുന്നത് അത് ചെറുതായിട്ട് അതിനെ അരിഞ്ഞ് വറുത്ത് കോരി മൂപ്പിച്ച് മല്ലിയും മുളകും ഇതെല്ലാം ഇട്ട് കൂട്ട് ചെയ്താണ് നാം ഇഞ്ചി അച്ചാറുണ്ടാക്കുന്നത്. ഇതങ്ങനെയല്ല. ഇഞ്ചി ഫ്രഷായിട്ട് പച്ചയ്ക്ക് ആ ഗുണം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു കൂട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു 3 സ്പൂണ്. 1, 2, 3. അതിന് ശേഷമായിട്ട് മുളക് ചുമന്ന് വരുമ്പോൾ, മുളക് കരിയാതെ എടുക്കണം. ചുമന്ന് വരുമ്പോൾ വെളുത്തുള്ളി ഇടണം. അടുത്ത് ഇഞ്ചി ഇടണം. ഇഞ്ചി ഇട്ട് അതിന് ശേഷമായിട്ട് പുളി ഇടണം. ഒന്ന് ചൂടാക്കണം. ശകലം എണ്ണ കുറഞ്ഞ് ശകലം കൂടെ എണ്ണ ഒഴിക്കണം. ഒരുപാട് മൂപ്പിക്കാൻ പാടില്ല. ആ ഇഞ്ചിയുടെ ഒറിജിനൽ ഗുണം നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഇത് അധികം ഇഞ്ചി മൂപ്പിക്കാതെ എടുക്കുന്നത്. ഇനി ആവശ്യമായ ഉപ്പ് ഇട്ട് മതി. ഇനി എടുക്കാൻ പോവുകയാണ്. ഒരു കളർ വന്നിട്ടുണ്ട്. ഇച്ചിരി നേരം തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഇത് മിക്സിയിൽ വെച്ച് നല്ലോണം അടിക്കുക. വയറിന് നല്ലതാണ്, ഗ്യാസിൻ്റെ അസുഖത്തിന് എല്ലാം നല്ലതാണ്. എളുപ്പം ഉണ്ടാക്കാൻ സാധിക്കും. ഒരു നാടൻ വിഭവമാണ്. വെളുത്തുള്ളിയുടെ ഒറിജിനൽ ഗുണം ഇതിലുണ്ട്. ഇപ്പോൾ തന്നെ ഒരു മണവും എല്ലാം വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക മണവും വന്നിട്ടുണ്ട്. ഈ കളർ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി അത് നമുക്ക് തണുത്തു. ഇനി അത് ജാറിലേക്ക് മാറ്റാം. വെളുത്തുള്ളി കൂടുതലിട്ടിട്ടുണ്ട്. രക്തഓട്ടം കൂടാനും എല്ലാ കൊളസ്ട്രോൾ മാറുന്നതിനും എല്ലാം ഈ വെളുത്തുള്ളി നല്ലതാണ്. ചൂടാകുമ്പോൾ നഷ്ടപ്പെട്ടു പോകാതെ, അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് അതേ രീതിയിൽ നമുക്ക് അടുത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ തന്നെ അടിക്കണം. ഇനി ഇത് മിക്സിയിൽ അടിച്ച് നല്ല രീതിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിക്കാൻ പാടില്ല. ഇതിങ്ങനെ 3-4 ദിവസം ഇരിക്കും. നല്ല കളറും വന്നിട്ടുണ്ട്. നല്ല മണവും രോഗികൾക്കൊക്കെ നല്ലതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഗുണം നിലനിർത്തിക്കൊണ്ട് ചെയ്ത പാചകമാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാം. ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, പറഞ്ഞു തരുന്നതാണ്.